ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഗാർഡന്റെ സൈഡിൽ ഒരു കോർണർ സെറ്റ് ചെയ്യണമെന്ന്. അപ്പം നമ്മൾ ഇന്നത് സെറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. ാണ് കേട്ടോ കോർണർ സെറ്റ് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ അതിന്റെ ഇടയിൽ വഴി പോലെ ചെയ്യാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. കണ്ടോ, കല്ല് വെച്ചിട്ടുണ്ട്. അതിന്റെ ഇടയിൽ നമ്മൾ സ്റ്റോൺ ഇട്ടിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇന്ന് അതിന്റെ പണിയിലേക്ക് പോവാം. അപ്പൊ നമ്മുടെ ഗ്രാസ് സെറ്റ് ചെയ്തിട്ട് ഏകദേശം 1 month ആയി. അപ്പൊ അതിന്റെ ഗ്രോത്തും കൂടി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഒരുവിധം പേൾ ഗ്രാസ് ഒക്കെ നല്ല ഗ്രോത്ത് വന്നിട്ടുണ്ടല്ലോ. ഇവിടുന്ന് പേൾ ഗ്രാസ് എടുത്തിട്ട് നമുക്ക് അവിടെ കൊണ്ടുപോയി സെറ്റ് ചെയ്യാം എന്തായാലും. അപ്പൊ എങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, കം ഓൺ. നമ്മുടെ പേൾ ഗ്രാസ് അത്യാവശ്യം ഇവിടെ നന്നായി വളർന്നിട്ടുള്ളത് കൊണ്ട് തന്നെ അവിടുന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ അങ്ങോട്ട് കൊണ്ട് നട്ടു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോ സ്ഥിരമായി കാണുന്നവർക്കറിയാം, നമ്മൾ ഫ്രണ്ടിൽ ഗ്രാസ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഷീറ്റായിട്ട് വാങ്ങിയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഒരു സ്ക്വയർ ഫീറ്റിന് 15 രൂപ എന്ന ഒരു റേറ്റിലാണ് കേട്ടോ നമ്മൾ ഷീറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ ആ കോർണറിൽ കുറച്ച് മണ്ണൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ കുന്ന് പോലെ സെറ്റ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അവിടെ കുറച്ച് കൂടുതൽ മണ്ണിട്ടിട്ട് ഇങ്ങനെ സ്ലോപ്പ് പോലെ കൊടുത്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ആ പേൾ ഗ്രാസ് നട്ടു കൊടുക്കുമ്പോൾ മണ്ണ് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതിലേക്കാണ് കേട്ടോ പേൾ ഗ്രാസ് നട്ടു കൊടുക്കുന്നത്. അപ്പൊ പെട്ടെന്ന് വേര് പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായി ഹെൽപ്പ് ചെയ്യും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഞാൻ ഒരു ദിവസം കൊണ്ടല്ല ചെയ്തിരിക്കുന്നത്, ഒരു 2-3 days കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. ശരിക്കും ഒരു ദിവസം 2 ദിവസമൊക്കെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് വെച്ച് കൊടുക്കാവുന്നേ ഉള്ളൂ. പക്ഷെ നമ്മൾ രാവിലെ പേൾ ഗ്രാസ് അവിടുന്ന് കട്ട് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ച് കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് വൈകുന്നേരം ആകുമ്പോഴേക്കും അങ്ങ് ഉണങ്ങി പോവായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ വൈകുന്നേരം മാത്രം കട്ട് ചെയ്തിട്ട് ഇതിൽ നട്ടു കൊടുക്കുക ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴേക്കും ആ മഞ്ഞൊക്കെ കൊണ്ടുവന്ന് ഇത്തിരി ഫ്രഷ്നെസ് ഉണ്ടാവും. പിന്നെ നമ്മളൊന്ന് നനച്ചും കൂടി കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം അടിപൊളിയായിട്ടാണ് നിൽക്കുന്നുണ്ടായിരുന്നത്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഇവിടെ ഒരു മുന്തിരിയുടെ പന്തൽ സെറ്റ് ചെയ്യുന്നുണ്ടെന്ന്. ഈ കാണുന്നതാണ് കേട്ടോ അത്. പിന്നെ അതെ, ഈ കല്ല് വെച്ചതിന്റെ ഇപ്പുറത്താണ് കേട്ടോ നമ്മൾ നാച്ചുറൽ സ്റ്റോൺ വെച്ചിട്ടാണ് അവിടെ ഒരു വഴി സെറ്റ് ചെയ്യുന്നത്, വീട്ടിലേക്ക് വണ്ടിയൊക്കെ വരാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മുടെ 1 month കഴിഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഈ കാണുന്നത്. നല്ല ഭംഗിയില്ലേ ഇവ കാണാൻ? അത്യാവശ്യം നല്ല ഗ്രീൻ കളർ ആയിട്ടുണ്ട് കേട്ടോ. ആ സൈഡ് ഫുള്ളായിട്ട് ഞാൻ അതിന്റെ ഇടയിൽ കുറെ പ്ലാന്റ്സ് എല്ലാം നട്ടു കൊടുത്തിട്ടുണ്ട്. ആ സൈഡിൽ മുന്തിരി പന്തലുണ്ട് പറഞ്ഞില്ലേ, അത്യാവശ്യം മുന്തിരി പന്തലൊക്കെ ഒന്ന് നന്നായി വളർന്ന് ഇങ്ങനെ പടർന്ന് കയറാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ കുറച്ച് പ്ലാന്റ്സ് എല്ലാം അതിന്റെ ഇടയിൽ കൂടെ ഒക്കെ നട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ അവക്കാഡോയും അതേപോലെ കുറച്ച് ഫ്ലവറിംഗ് പ്ലാന്റ്സ് എല്ലാം നടുന്നതെല്ലാം നമ്മൾ ഷോർട്സ് ആയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്റെ വീഡിയോ സ്ഥിരമായി കാണുന്നവർക്ക് അറിയായിരിക്കും ഇവിടെയുള്ള പ്ലാന്റ്സ് എന്താന്നൊക്കെ. അതേപോലെ കാണാത്തവർക്കായിട്ടാണ് കേട്ടോ ഇപ്പൊ ഞാൻ പറയുന്നത്. ആ സൈഡിൽ നമ്മൾ ചാമ്പയും അതേപോലെ ഒരു മിനി പോണ്ടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കാണുന്നത് അബിയു ആണ് കേട്ടോ. പിന്നെ നമ്മുടെ ആ അബിയുവിന്റെ തൊട്ട് ബാക്കിലായിട്ടാണ് ഈ കാണുന്നത് നമ്മുടെ മുന്തിരിയുടെ പന്തൽ സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. 1 month കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഗ്രോത്ത് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് വളമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, പെട്ടെന്ന് പന്തലിൽ കയറിക്കോട്ടെ എന്ന് വെച്ചിട്ട്. പിന്നെ ഗ്രാസ് നന്നായി നനച്ചു കൊടുക്കുന്ന സമയത്ത് മുന്തിരി നന്നായി നനച്ചു കൊടുക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ മുന്തിരി കയറിയതാണ്. അതേപോലെ തന്നെ ഈ പോട്ടിൽ നടാൻ പറ്റിയ നല്ല ഏതെങ്കിലും ഒരു പ്ലാന്റ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ. ഈ പോട്ട് സെറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഷെയർ ചെയ്ത സമയത്ത് കുറെ പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കൈയിടുന്ന സമയത്ത് ശ്രദ്ധിച്ച് കൈയിടണം, വല്ല പാമ്പൊക്കെ കയറി കിടക്കുന്നൊക്കെ പറഞ്ഞിട്ട്. ആ കമന്റ് എല്ലാം കണ്ടതിന് ശേഷം എനിക്ക് നല്ല പേടിയുണ്ട് അതിന്റെ അടുത്തേക്ക് പോവാൻ. ഇപ്പൊ ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ട് അത് അവിടെ വെക്കണോ വേണ്ടയോ എന്നൊക്കെ. അപ്പൊ എന്താ നിങ്ങളുടെ അഭിപ്രായം? ഒന്ന് കമന്റ് ചെയ്യണേ. അപ്പൊ നമ്മുടെ കോർണറിൽ ഗ്രാസ് സെറ്റ് ചെയ്തത് എത്രയൊക്കെ ഇഷ്ടമായി ഒന്ന് കമന്റ് ചെയ്യണേ. നമ്മുടെ ഗാർഡന്റെ പുതിയ അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.